ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന CPO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? 1. കുമിന്താങ് പാർട്ടി. 2. ബോൾഷെവിക് പാർട്ടി. 3. ഫലാങ് പാർട്ടി. 4. മെൻഷെവിക് പാർട്ടി. റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളാണ് കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും. 1 ഉം 3 ഉം. ഓപ്ഷൻ എ 1 ഉം 3 ഉം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവയവ? സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത് ബുധനും ശുക്രനും. 1 ഉം 4 ഉം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി 1 ഉം 4 ഉം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? 1. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. 2. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. 3. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. 4. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇതില് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 2 ഉം 4 ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 2 ഉം 4 ഉം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവയേവ? സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. 1 ജപ്പാൻ, 2 ഇംഗ്ലണ്ട്, 3 ജർമ്മനി, 4 ഫ്രാൻസ്. ഇതിൽ ഉൾപ്പെടാത്തത് ജപ്പാനും ജർമ്മനിയും. 1 ഉം 3 ഉം. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? 1. ബംഗാൾ ദേശീയ സർവകലാശാല. 2. ജാമിയ മിലിയ ഡൽഹി. 3. ഡൽഹി സർവകലാശാല. 4. ശാന്തിനികേതൻ. ഇപ്പൊ ഉൾപ്പെടാത്തത് ഡൽഹി സർവകലാശാലയും ശാന്തിനികേതനും. 3 ഉം 4 ഉം. ഓപ്ഷൻ ഡി. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? 1 ചേര രാജവംശം, 2 മൂഷക രാജവംശം, 3 ആയി രാജവംശം, 4 ചോള രാജവംശം. ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത് മൂഷക രാജവംശവും ആയി രാജവംശവും. 2 ഉം 3 ഉം. ഓപ്ഷൻ സി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി മലയാണ്. ഇവിടെ ഇളമ്പാരി മല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി മാൻസിനസ് സിയും സിംബലിയസ് എന്നും. ഓപ്ഷൻ ബി മാൻസിനസ് സി, സിംബലിയസ് എൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം? അഗ്നിപർവ്വതത്തിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം അസ്തനോസ്ഫിയർ. ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളതിൽ മിസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ? 1. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. 2. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
3 ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. 4 ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഇവിടെ മിസോസ്ഫിയറിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഒന്നും മിസോസ്ഫിയറിന്റെ സവിശേഷതകളല്ല. സോ ഇതില് ആൻസർ ഇല്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, കാരക്കോറം, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം കാശ്മീർ ഹിമാലയം. ഓപ്ഷൻ എ. 12ാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ സി, കാപ്പി. 13ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓപ്ഷൻ ബി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 14 2004-25 ജൂൺ യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ ബി. 15ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഓപ്ഷൻ ഡി. 16 ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇതില് MS സ്വാമിനാഥൻ. ഓപ്ഷൻ ഡി. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ്. ഓപ്ഷൻ ഡി. 18ാമത്തെ ക്വസ്റ്റ്യൻ, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെരുപ്പം. ഓപ്ഷൻ സി. 19ാമത്തെ ക്വസ്റ്റ്യൻ, നാരി ശക്തിവന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയതെന്ന്? നാരി ശക്തിവന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. ഓപ്ഷൻ സി. 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? കളിത്തട്ട്. ഓപ്ഷൻ ഡി. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി? സ്നേഹ സാന്ത്വനം. ഓപ്ഷൻ ഡി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹ സാന്ത്വനം. 23 ചേരുംപടി ചേർക്കുക. പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ് സമത്വ സമാജം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമിയാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അപ്പോ A2, B1, C4, D3. ഇതില് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇങ്ങോട്ട് നോക്കാം. 2, 1, 4, 3 ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇതിലും ആൻസർ ഇല്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. എ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. തെറ്റാണ്. ലോക്സഭയുടെയും നിയമസഭയുടെയുമാണ്. 2, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ശരിയായിട്ടുള്ളതാണ്. സി,
മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. ഡി, 42-ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. രാഷ്ട്രപതി തന്നിരിക്കുന്നത് തെറ്റാണ്, നീലം സഞ്ജീവ റെഡ്ഡി അല്ല. അപ്പോ ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. ബിയും സിയും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. എ, ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ബി, രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണ്. സി, ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഡി, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇതില് ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ എ, ബി, ഡി എന്നിവ തെറ്റ്. ഓപ്ഷൻ ബി, എ, ബി, ഡി തെറ്റ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ലേബർ പാർട്ടി, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ സി. 27-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നിർദ്ദേശ തത്വങ്ങളിൽ. ഓപ്ഷൻ സി, നിർദ്ദേശ തത്വങ്ങളിൽ. 28-ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ട അധികാരങ്ങൾ കാനഡ. ഇവിടെയും 2-1-4-3 ആണ് വരേണ്ടത്. ഓപ്ഷൻ ഡി, 2-1-4-3. ഓപ്ഷൻ ഡി. 29-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ഓപ്ഷൻ ബി, സർക്കാരിയ കമ്മീഷൻ. 30-ാമത്തെ ക്വസ്റ്റ്യൻ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇതാരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി. 31-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ, അത് ആങ് സാങ് സൂകിയുടെയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ലോങ് പാത്ത് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ, 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബർട്ടി, JS മിൽ. ഇവിടെയും 2-1-4-3. ഓപ്ഷൻ എ. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024-ലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. 2024-ലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ S. ഫെയ്സി. ഓപ്ഷൻ എ, ഡോക്ടർ S. ഫെയ്സി. 33-ാമത്തെ ക്വസ്റ്റ്യൻ. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓപ്ഷൻ സി, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം കരൾ കോശങ്ങളിലെത്തിയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഓപ്ഷൻ ഡി. 35-ാമത്തെ ക്വസ്റ്റ്യൻ.
താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ ബി. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഓപ്ഷൻ ബി. 37ാമത്തെ ക്വസ്റ്റ്യൻ. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ പ്രയോഗിക്കപ്പെട്ട പവർ 500 വാട്ട്. ഓപ്ഷൻ ഡി. 38. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഭൂമിയുടെ ആകൃതി. ഓപ്ഷൻ എ. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം ഭൂമിയുടെ ആകൃതി. 39ാമത്തെ ക്വസ്റ്റ്യൻ. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹം. ഓപ്ഷൻ ബി. കാലാവസ്ഥാ ഉപഗ്രഹം. 40ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം ദൂരത്തിന്റെ. ഓപ്ഷൻ ഡി. ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. 41. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. ഓപ്ഷൻ ഡി. ലിഥിയം. 42. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? അറ്റോമിക നമ്പർ 31 പീരിയഡ് 4 ഗ്രൂപ്പ് 13. പീരിയഡ് 4 ഗ്രൂപ്പ് 13. അടുത്ത ക്വസ്റ്റ്യൻ. 43. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി. 44ാമത്തെ ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം, മാഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? തന്നിരിക്കുന്ന മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. അത് ശരിയായിട്ടുള്ളത് തന്നെയാണ്. ഓപ്ഷൻ എ ആണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ. 1 സാകേതം, 2 കലി, 3 ദൈവത്താർ, 4 ലങ്കാലക്ഷ്മി. സാകേതവും ലങ്കാലക്ഷ്മിയും 1ഉം 4ഉം. ഓപ്ഷൻ സി. 1ഉം 4ഉം. 46ാമത്തെ ക്വസ്റ്റ്യൻ. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. 2 മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 3 ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ശരിയായിട്ടുള്ളത് 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകളാണ്. എ 1, 2 ശരി. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? 1 ആശാപൂർണ ദേവി, 2 ശരൺകുമാർ ലിംബാളെ, 3 പ്രഭാവർമ്മ, 4 എം ലീലാവതി. സരസ്വതി സമ്മാനിൽ വെച്ചിട്ടുള്ളത് ഇതില് ശരൺകുമാർ ലിംബാളയ്ക്കും പ്രഭാവർമ്മയ്ക്കുമാണ് 2ഉം 3ഉം. ഓപ്ഷൻ ബി.
48 കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ്. ഓപ്ഷൻ സി ഒളിമ്പിക്സ്. 49 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ. ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ. 50ാമത്തെ ക്വസ്റ്റ്യൻ, അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഇത് ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ആത്മോപദേശ ശതകം. ഓപ്ഷൻ ബി. 51ാമത്തെ ക്വസ്റ്റ്യൻ, 51 മുതൽ മാത്സ് ആണ്. ആൻസർ പറയാം. 51 ആൻസർ ഓപ്ഷൻ എ 50 മീറ്റർ ആണ്. 52 ആൻസർ ഓപ്ഷൻ സി 115 ഡിഗ്രി ആണ്. 53 ഓപ്ഷൻ സി 100. 54 ഓപ്ഷൻ ബി 15 ദിവസം. 55 ഓപ്ഷൻ സി 30. 56 ഓപ്ഷൻ എ ആണ് 32. 57 44 100 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 44 100. 58 ആൻസർ ഓപ്ഷൻ ബി ആണ് 24. 59 ഓപ്ഷൻ ഡി 7%. 60 ഓപ്ഷൻ ബി 45 കിലോമീറ്റർ പെർ മണിക്കൂർ. ഓപ്ഷൻ ബി 45 കിലോമീറ്റർ പെർ മണിക്കൂർ. 61 മുതൽ ഇംഗ്ലീഷ് ആണ്. നോക്കാം. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. ആൻസർ ഓപ്ഷൻ സി ഓൺ. 62 ദ മീനിങ് ഓഫ് ദ വേർഡ് ഗാരുലസ്. ഗാരുലസ് ടോക്കറ്റീവ് ആണ്. ഓപ്ഷൻ സി. 63 നെയ്തർ ഓഫ് അസ് ഡാഷ് സ്വീറ്റ്സ്. ഓപ്ഷൻ സി ലൈക്സ്. 64 കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ് ഹോഴ്സ്. ഓപ്ഷൻ ബി. 65 they did not come dash the meeting was half over. Option B until. 66 he still dash in touch with most of his old schoolmates. Option A keeps. 67 we dash of coffee so we adjusted with the tea. Option C run out. 68 dash you mind waiting here till I return. Option D would. 69 he is dash European tourist. Option A. Option D A. 70 yesterday Sharon dashed to the station to meet Anu. Option A went. 71 മുതൽ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. പിരിച്ചെഴുതുക. അവൻ. അവൻ പിരിച്ചെഴുതിയാൽ ആ പ്ലസ് അൻ. ഓപ്ഷൻ സി. 72 ശരിയായ പദം എഴുതുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആഖ്യാനം. 73 കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത്.
നാടോടുമ്പോൾ നടുവേ ഓടണം. ഓപ്ഷൻ ഡി. 74 എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഓപ്ഷൻ ബി. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. 75 വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗം വിപരീത പദം സംയോഗം. ഓപ്ഷൻ എ. 76 ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം. വിഹഗം പക്ഷി. ഓപ്ഷൻ ഡി. 77 ചേർത്തെഴുതുക. ദു പ്ലസ് ജനം ദുർജനം. ഓപ്ഷൻ സി. ദുർജനം. 78 ശരിയായ ജോഡി ഏത്? ശരിയായിട്ടുള്ളത് മഞ്ഞ്, നീഹാരം, തുഷാരം. ഓപ്ഷൻ ബി. 79 എതിർലിംഗം എഴുതുക. ഭൃത്യ. എതിർലിംഗം ഭൃത്യൻ. ഓപ്ഷൻ സി. 80 ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ദിഗ്വിജയം ദിക്കുകളെ ജയിക്കൽ. ദിക്കുകളെ ജയിക്കൽ. ഓപ്ഷൻ ഡി. 81 മുതൽ സ്പെഷ്യൽ ടോപ്പിക് ആണ്. 81 മുതൽ 100 വരെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. നോക്കാം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 82 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 83 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. ഓപ്ഷൻ ബി. 84 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻ ഡി. മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകൾ. 85 വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. 5 ദിവസത്തിനകം. ഓപ്ഷൻ ഡി. 86 ഏതു സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഓപ്ഷൻ ബി. ശൈശവം. 87 താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തതേത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ഓപ്ഷൻ ഡി. ഉദാഹരണമല്ലാത്തതാണ് ഓപ്ഷൻ ഡി. 88 താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ ബി. IPC സെക്ഷൻ 370A. 89ാമത്തെ ക്വസ്റ്റ്യൻ. ഇസഡ് പണമുള്ള തന്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റമാണ് എ ചെയ്തിട്ടുള്ളത്? സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. ഓപ്ഷൻ ബി. 90 നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല.
സി ആണ് ആൻസർ. 91 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. ഓപ്ഷൻ ബി. 92 ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. 2. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. 3. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIR-ൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1, 3 ശരിയാണ്, 2 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി. 1, 3 ശരി, 2 തെറ്റ്. 93 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിനു താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. കുറ്റാരോപിതനായ വ്യക്തിക്ക് പുറമെ ഏതൊരാൾക്കും വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ തുടർന്നുള്ള സംഭവങ്ങളാൽ സ്ഥിരീകരിക്കാനാവില്ല. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. 1, 4 ഇതില് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. 94 കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. ഓപ്ഷൻ ബി. 95 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഓപ്ഷൻ സി. 96 താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തതേത്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നുള്ളതാണ് ഇതിൽ പെടാത്തത്. ഓപ്ഷൻ ബി. 97 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ സി ആണ് അഴിമതി, സാൻമാർഗിക അധഃപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. ഓപ്ഷൻ സി. 98 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോപാട്രിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. ഓപ്ഷൻ എ ആണ് ആൻസർ. 99 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോപാട്രിക് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. ഓപ്ഷൻ സി. 100 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.